ഏറ്റവും എന്താ പറയാ ഇപ്പം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? ഹസ്ബൻഡിനെ നമുക്കൊന്ന് കണ്ടാലോ എന്നാ? എവിടെ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും കക്കിയും കൂടി ഇതിൻ്റെ കോൺവെക്കേഷൻ സെറമണിക്ക് പോവുകയാണ്. അപ്പം മഴ കാരണം ഞങ്ങൾ ബസ്സിനാട്ടോ പോയത്. അങ്ങനെ മഞ്ചേരി വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് വെച്ചിട്ടാണെന്ന്. പിന്നെ നമ്മൾ മഞ്ചേരിയിലായിരുന്നു പ്രോഗ്രാം ആക്കിയത്. അങ്ങനെ നമ്മൾ മഞ്ചേരിയിലെത്തി. അങ്ങനെ മഞ്ചേരിയിലെത്തിയതിനു ശേഷം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. ഹിൽട്ടൺ കഫേ അങ്ങനെ എന്തോ ആണ് കഫേൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി പറഞ്ഞപ്പോൾ പിന്നെ ഓട്ടോ വിളിക്കാനും നിന്നില്ല. അങ്ങനെ നിങ്ങൾ ഇതാ കഫേൻ്റെ മുന്നിൽ കൂടെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ കഫേ. അപ്പോൾ നമ്മളിതാ ഇനി മേലേക്ക് കയറണം. ഇവിടെയാണ് പ്രോഗ്രാം ഒന്നും നമുക്ക് കറക്റ്റ് അറിയില്ല ഗൈസ്. ഇവിടെ എത്തിക്കണം. ഏത് ഫ്ലോറിലാണെന്ന് അറിയില്ല. പോയോക്കെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. മഞ്ചേരി ഹിൽട്ടൺ കഫേയിലാട്ടോ പ്രോഗ്രാം വന്നിട്ട് നമുക്ക് നെല്ല് കയറിയോ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിലൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ തമ്പലനെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടി പോണത്. കുറേ പേരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. എല്ലാവരും പിന്നെ കമന്റ് നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് പ്രാന്താണോ ഈ അടങ്ങി വെച്ചത്. നല്ലൊരു എന്താ പറയാ, നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് സിൻസ് അക്കാദമി. എൻ്റെ പേര് മീനാക്ഷി എന്നാണ്. കോട്ടക്കൽ ബ്രാഞ്ചിലെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ മാം പറഞ്ഞതുപോലെ കോട്ടക്കൽ ബ്രാഞ്ചിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ മാത്രമല്ല ഞങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അത് തന്നെയാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാനുള്ളൊരു കാരണം. ഒരുക്കം മാത്രമായിരുന്നു. ഇനിയാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ശരിക്കും നമുക്ക് എൻ്റെ പേര് മോളിഷ റിഹാൻ. ഞാൻ കോട്ടക്കൽ ബ്രാഞ്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, അപ്പം മോളിക്ക് ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പഠിക്കാനും അതുപോലെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനും എല്ലാം? എൻ്റെ ഫാമിലി തന്നെയാണ്. എൻ്റെ ബ്രദർ ഉണ്ട് അവിടെ നിൽക്കണു. ആള് എന്നോട് പറഞ്ഞു, ഞാൻ മെഡിക്കൽ ഫീൽഡ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്ത് വന്ന് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ആയി. മോളും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ആയി. പിന്നെ എൻ്റെ ഫാമിലിനെ എല്ലാവരും ഇന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ബ്രദറാണ്, ഞാൻ ആളോട് പറഞ്ഞാണ് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് എന്ന് കുറച്ച് ദിവസം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും വരണം എന്നൊക്കെ. മോളിക്ക് സിൻസ് അക്കാദമിയുടെ സൈഡിൽ നിന്ന് ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട്. എന്തായിരിക്കും അറിയില്ല. വളരെ 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 പേഴ്സണൽ ആണ്. ഇയാൾക്ക് ഏറ്റവും എന്താ പറയാ ഇപ്പം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? ഹസ്ബൻഡിനെ നമുക്കൊന്ന് കണ്ടാലോ എന്നാ? എവിടെ? സോ മോളിയുടെ പ്രിയപ്പെട്ട ഏറ്റവും ഇയാളെ കരിയറിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുടെ സ്വന്തം ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രവാസികൾ ആഗ്രഹിക്കുന്നതാണ് നമ്മളൊരു ഫാമിലി സപ്പോർട്ടായി നമ്മൾ കൂടെ മാറുന്നത്. ചെങ്ങായി എത്തിച്ചു. ഈ ചെങ്ങായി ആണെങ്കിൽ ഒന്നും പറയാതെ ഒക്കെ സെറ്റാക്കി. നല്ല സമൂസ. ചൂടുള്ള ചായ അല്ലേ? ഞാൻ എല്ലാ പരിപാടിയും ക്യാൻസൽ ആക്കിയിട്ട് ഞാൻ അറിയില്ലല്ലോ. മുന്നേ എന്ത് വെല്ലുവിളിയായിരുന്നു. അതിലെന്തെങ്കിലും വന്നാലേ ആളെ വന്നിട്ടുണ്ട്.
ഞാൻ വിചാരിച്ചിട്ടില്ല വരുന്നു. അത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. നമ്മളത് കണ്ടിട്ടേ ഈ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഒക്കെ ഇതാ കരിയ മുന്നിൽ ഇങ്ങാണ്ട് എല്ലാവരും കണ്ണിൽ വെള്ളം ഇതാക്കിയവരൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കണ്ടിട്ട് നമുക്ക് സങ്കടം വരിക. സത്യം പറഞ്ഞാൽ ഈ ഒരു സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. വരുന്ന തലേന്ന് വരെ എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ വരുന്നില്ല ഇപ്പം തന്നെ, കുറച്ചും ഒരു 5-6 മാസം കൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരാളായിരുന്നു. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ എന്താ പറയേണ്ടതെന്ന് പോലെ കിട്ടുന്നുണ്ടായിരുന്നില്ല, അത്രക്കും സന്തോഷമായി. സിൻസ് അക്കാദമിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് എൻട്രി വരുന്നത്. അതുകൊണ്ട് തന്നെ സിൻസ് ടീമും ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടി ക്യാപ്പൊക്കെ എറിയുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എൻട്രി വീഡിയോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ക്യാപ്പൊക്കെ എറിഞ്ഞ് സെറ്റായി. പിന്നെ എല്ലാവരും കൂടി മിസ്സിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. കൊണ്ടുപോ അങ്ങടെ അല്ല ഇജുണ്ട് കൂട്ടിനെ ആദ്യമായിട്ട് അല്ലാതെ മിസ്സിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കളൊക്കെ ഇരിക്കലുണ്ട്. അതെങ്ങനെയാന്ന് കിട്ടട്ടെ. ഞാൻ ആകെ സർപ്രൈസ് ആയി. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഞാൻ അജിമോളെ സർപ്രൈസ് ചെയ്യാട്ടോ. ഞാൻ അജിമോളെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ നിന്റെ നാട്ടിലേക്കാണ് തിരിച്ചു പോയിട്ടോ. സർപ്രൈസ് ആയി ടിക്കറ്റ് എപ്പോഴാ? അത് സർപ്രൈസ് ആയിട്ട് പോവാ പറയാതെ. ഹലോ നാഷണൽ ഉണ്ട്. അജിമോളെ റിയാക്ഷനും ഒക്കെ വീഡിയോ എടുക്കണം. അപ്പൊ അജിമോള് സ്കൂളിട്ട് വരുന്നുണ്ട്. അജിമോളെ റിയാക്ഷൻ എന്താന്നുള്ളത് കാണാം അല്ലേ? അജിമോള് എന്തായാലും സർപ്രൈസ് ആവും. കാക്കോളെ ചായ ഒക്കെ കൊടുത്ത് സെറ്റാക്കി അവിടെ നിർത്തിക്കണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ കാണാട്ടോ. ബാക്കിൽ നിന്ന് കാക്ക ഇവിടെ നിൽക്കും. എന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ മതി അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് നോക്കട്ടോ എന്താ അവസ്ഥ. ചെങ്ങായി ഗൾഫിൽ നിന്ന് വന്നിട്ട് അല്ല ചെങ്ങായി ഗൾഫിൽ നിന്ന് കണ്ട് പേരന്റെ പിന്നാമ്പുറത്ത് വിളിച്ചിക്ക. നല്ല കാര്യായി. ഞാനൊന്നും പറയണില്ല. പൂവൊക്കെ പിടിച്ചിക്കണ എനിക്ക് തന്ന പൂവാണ്. പെണ്ണ് വരുമ്പോ കാക്ക വിളിക്കാറുണ്ട് ചായ അടിക്കാൻ വേണ്ടി ഇതാക്കി. 2 കൊല്ലം കാത്തു നിനക്ക് ഇനി 10 ഒരു 10 മിനിറ്റ്. വന്ന് ഗൈസ് ബേക്കിലൊന്നുമില്ല. വരണ്ടൊക്കെ പറഞ്ഞത് വന്നിലേക്ക് കയറ്റിടാന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ വന്ന് പേടിച്ചിട്ട് ഇന്നലെ നാളത്തിലോട്ട് വന്നോണ്ട് ഇല്ലാന്നല്ല വീട്ടിൽ കയറ്റൂല അതൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ഇപ്പൊ എങ്ങനെയുണ്ട്? സർപ്രൈസ് അടിപൊളിയാ. എന്ത് എന്താ പറയാളേ? വില്ല അവനോട് വില്ല പറഞ്ഞോണ്ടല്ലേ? ആകെ ഇതായിക്കണോ നാളെ പോണ്ടേ? മെച്ചി സർപ്രൈസ് വെക്കണം അതേപോലെ. ഞാനാ
രാവിലെ മോളെ എനിക്ക് എന്താ പറയാനുള്ളേ എന്താ കാരണം സ്കൂളിൽ വന്നപ്പോ മാമയാ കൊണ്ടു എന്നിട്ട് മാമ വണ്ടി അവിടെ നിർത്തിട്ടാ എന്നിട്ടേ ആ വണ്ടിന്റെ ബാക്കില് ഒന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാനേ ഒരു പൂവ് കണ്ടു ബാക്ക് കണ്ടു നോക്കിയപ്പോ അപ്പ ഉണ്ട് വന്നിട്ടില്ല. ഞാൻ ആകെ സർപ്രൈസ് ആയി. സർപ്രൈസ് ആയി. ഇമ്മയും ഇപ്പയും വരുന്നുണ്ട് അപ്പല്ലേ സർപ്രൈസ് അപ്പൊ ഉമ്മ ഇപ്പയും വരുന്നുണ്ട്. അപ്പൊ ഓൾക്ക് ഒരു ക്ലൂ ഇല്ല. ഞാൻ അങ്ങോട്ട് പോലെ ഒരു സാധനം തിന്നാണ്ടാണ് വിളിച്ചിരുത്തിയാണ്. അതല്ല ഞാനൊരു സാധനം വന്നപ്പോ കൊടുന്നിക്കണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാറങ്ങാണ്ട് വിളിച്ചിരുത്തിയാണ്. അപ്പൊ ഓല് വന്ന് സർപ്രൈസ് ചെയ്യും. വല്ലാത്തൊരു സാധനം.